നമസ്കാരം. ബിൽഡിംഗ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1000 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ്. വീട് ഫേസ് ചെയ്യുന്നത് തെക്ക് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വീതി 988 നീളം 1040 സെൻറ്റിമീറ്ററുമാണ്. കുറഞ്ഞതൊരു 4.5 സെൻറ്റിലേക്ക് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയുള്ള ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് 3D എലിവേഷൻ കാണാം. ശേഷം ഹാഫ് 3Dയിൽ ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണ് പ്രൊജക്റ്റിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു എലിവേഷനാണ്. കളർ കൂടുതലായിട്ടും വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് വരുന്ന സൺഷെയ്ഡിന് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് ഒരു ബേ വിൻഡോ കൂടി വരുന്നുണ്ട്. ഈ 2 വാളിൽ ലാറ്ററൈറ്റിൻ്റെ ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 റൂഫിന് GI സ്ക്വയർ ട്യൂബിൽ റൂഫ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ മോഡേൺ ലുക്കും അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ലുക്കും തരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു 3D എലിവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ. സിറ്റൗട്ടിലേക്ക് നോക്കാം. സിറ്റൗട്ടിലേക്ക് കിടക്കാം. 564x150 സിറ്റൗട്ടിൻ്റെ സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ചെയർ ഇടാനുള്ള സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു വാളിൽ 2 പാളിയുടെ 2 വിൻഡോയാണ് ലിവിംഗ് റൂമിലേക്ക് വെളിച്ചത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ലിവിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിൻ്റെ വീതി 420 നീളം 330 വരുന്നത്. ഡോറ് തുറന്ന് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് കോർണർ സോഫയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അൾജീരിയൻ വിൻഡോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാളിൽ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് നോക്കാം. ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ പാർട്ടീഷനൊന്നും തന്നെ വരുന്നില്ല. 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ സ്പേസ് 360 വീതിയും 370 നീളവുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് സ്റ്റെയറിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ സ്പേസ് 360 സെൻറ്റിമീറ്റർ വീതിയും 330 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബേ വിൻഡോയ്ക്ക് 2 വശങ്ങളിലായിട്ട് ഈ ഒരു വാർഡ്രോബ് കൊടുക്കാവുന്നതാണ്. മുകളിൽ ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി സൗകര്യം അതായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഒരു 2 പാളിയുടെ വിൻഡോയും കൂടി വരുന്നുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. ടോയ്ലറ്റിൻ്റെ സ്പേസ് വീതി 230 നീളം 150 വരുന്നത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തുകൂടെയാണ് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സ്പേസ് 360 സെൻറ്റിമീറ്റർ വീതിയും 300 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്ലൈഡിംഗ് വാർഡ്രോബും ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 പാളി വീതം വിൻഡോയാണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് റൂമിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് 230 സെൻറ്റിമീറ്റർ വീതിയും 150 സെൻറ്റിമീറ്റർ നീളമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തൂടെയാണ് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. കിച്ചൻ്റെ സ്പേസ് 270 സെൻറ്റിമീറ്റർ വീതിയും 300 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ഗ്യാസ് അടുപ്പ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിങ്കും ഇവിടെ ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലാബിന് താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിലും ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് കാറ്റും വെളിച്ചവും കിടക്കാനായിട്ട് 3 പാളിയുടെ ഒരു കിച്ചൺ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയിലേക്ക് വരാം. ഈ ഭാഗത്തോടെയാണ് വർക്ക് ഏരിയയിലേക്ക് പ്രവേശിക്കുന്നത്. വർക്ക് ഏരിയേൻ്റെ വീതി 168 നീളം 300 സെൻറ്റിമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. സിങ്കും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പുമാണ് വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. സ്ലാബിന് താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പാളിയുടെ 2 കിച്ചൺ വിൻഡോ ആണ് വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്.
എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഒരു പ്ലാനിലേക്ക് ഒരു കോമൺ ടോയ്ലറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയറിന് താഴെയായിട്ട് നമുക്ക് കോമൺ ടോയ്ലറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം, നമ്മുടെ ചാനലിലെ ഒരു മെമ്പർ 3D എലിവേഷൻ ചെയ്യാനായിട്ട് തന്നിരുന്നു. അപ്പോൾ 3D എലിവേഷൻ ചെയ്തതിന് ശേഷം എന്നോട് ചോദിച്ചായിരുന്നു ഇതുപോലെ 3D ഫ്ലോർ പ്ലാൻ ചാനലിൽ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചാനലിൽ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. പുള്ളി തന്ന പ്ലാനിൽ ഈ ഒരു കിച്ചൺ ഇതുപോലെ മുഴുവനായിട്ടും കിച്ചൺ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഒരു വർക്ക് ഏരിയയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗവും കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലൊക്കെ ഈ ഒരു വീഡിയോ ഉപകരിക്കട്ടെ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുമ്പും നമ്മൾ ഒരുപാട് വീഡിയോസ്, ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കാണുക. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.